അധികാരപരിധിയിലെ മാലിന്യ നീക്കത്തിലെ അലംഭാവം റെയിൽവേ അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ തൊഴിലിനിടെ മരണപ്പെട്ട ശ്രീ ജോയിയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം റെയിൽവേ നൽകുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് RPF-ഉം അതുപോലെ തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഏകദേശം 200ഓളം പോലീസാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ അകത്തും റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അവിടെയെല്ലാം തന്നെ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഉള്ളിലും ഒരുപാട് പോലീസുകാരാണ് ഇപ്പോൾ പ്രകടനം എന്തെങ്കിലും അകത്തോട്ട് വരികയാണെങ്കിൽ അത് തടയുവാനായിട്ട് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വിഷയം വന്നപ്പോൾ പരസ്പരം പഴിചാരിക്കൊണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും മറുപടി വന്നിരുന്നത്. പക്ഷേ കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരേണ്ട സമയമല്ല, കൃത്യമായ എന്താണ് ഇനി എടുക്കാൻ പറ്റുന്ന നടപടി, അതിനെക്കുറിച്ച് വേഗം തന്നെ നടപടി എടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു കോടതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റും. അത് റെയിൽവേയുടെ സ്ഥലമായിരുന്നു. റെയിൽവേയും ഇത് വൃത്തിയാക്കുന്നതിൽ വലിയ രീതിയിൽ തന്നെ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാം തടയാനായിട്ട് യാത്രക്കാർക്കടക്കം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് എടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ പുറത്തും അകത്തുമെല്ലാം നിരവധി പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഇല്ല